രാവിലെ 4:45. തണുത്ത കാലാവസ്ഥ. ബംഗളൂരിൽ നിന്ന് ഞങ്ങൾ ബൈക്കിൽ പുറപ്പെട്ടു. ലക്ഷ്യം നന്ദി ഹിൽസ്. ഒരു മണിക്കൂർ കഴിഞ്ഞപ്പോൾ ഞങ്ങൾ ഹുർലഗുർക്കി എന്ന ഗ്രാമത്തിലെത്തി. അവിടെ നിന്ന് നന്ദി ഹിൽസിലേക്ക് ഇനി 10 കിലോമീറ്റർ മാത്രം. നമ്മൾ ഏതാണ്ട് എത്തിയിരിക്കുന്നു. നന്ദി ഹിൽസ് ഒരു കയ്യെത്തും ദൂരെയുണ്ട്. സൂര്യപ്രകാശം മരത്തിൻ്റെ ചില്ലകളിലൂടെ കടന്നു പോകുമ്പോൾ സ്കാറ്ററിംഗ് ചെയ്യുന്നു. അതിനെയാണ് ടിൻഡൽ എഫക്റ്റ് എന്ന് പൊതുവെ പറയുന്നത്. വീക്കെൻഡിലെ ട്രാഫിക് കാരണം ഞങ്ങൾക്ക് സൺറൈസ് നഷ്ടപ്പെട്ടു. എങ്കിലും പർവ്വതത്തിൻ്റെ ദൃശ്യങ്ങളും ശാന്തമായ അന്തരീക്ഷവും വേറിട്ട അനുഭവങ്ങൾ തന്നെയാണ്. സൺറൈസ് നമുക്ക് നഷ്ടപ്പെട്ടു. ടിഷ്യൂ പേപ്പർ ഇങ്ങനെ കോട്ടൺ ഇല്ലാത്തതുണ്ട്. ടിഷ്യൂ മുറിച്ചിട്ട് ശരിയിൽ വെക്കുന്നു. അത് സുഖമുണ്ട്. ഷൂനെ സൂരിപ്പോയി. എന്തോ സാരം വെച്ച് അനുഗ്രഹിക്കുന്നു. നന്ദി ഹിൽസിൻ്റെ അകത്ത് ഒരുപാട് പുരാതന ക്ഷേത്രങ്ങളുണ്ട്. അവയുടെ ആർക്കിടെക്ചറും ചരിത്ര പ്രാധാന്യവും പ്രധാന ആകർഷണങ്ങളാണ്. നമ്മൾ ലാസ്റ്റ് ടൈം വന്നപ്പം സ്ഥലത്ത് പോയിട്ടില്ല. ഇങ്ങനെ വലിയ എന്തോ നന്ദീൻ്റെ എന്തോ ഉള്ള പശുവിൻ്റെ എന്തോ അങ്ങോട്ട് പോലെ അത് നോക്കണം, ചോദിച്ചു നോക്കാം. കഴിഞ്ഞ തവണ നന്ദി ഹിൽസിൽ വന്നപ്പോൾ ഞങ്ങൾ നന്ദിയുടെ ഒരു ക്ഷേത്രം കണ്ടിരുന്നു. ഇപ്പോൾ ആ ക്ഷേത്രത്തെ തിരിയുകയാണ്. വഴിയൊന്നും കാര്യമായിട്ട് ഓർമ്മയില്ല. ആ വഴി തിരിയുന്നതിനിടയിൽ കുറേ മനോഹരമായ പൂക്കൾ പൂത്തിരിക്കുന്നത് കണ്ടു. ഇതാ ഞാൻ പറഞ്ഞ സ്ഥലം, നന്ദി അമ്പലം. അവസാനം നന്ദി ക്ഷേത്രത്തിലെത്തിയിരിക്കുന്നു. അവിടെ കുറച്ചു പേർ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ಲಕ್ಷ್ಮೀ ನಾಮದೇ ಕನ್ನಡ ಬರ್ತದ ದೇವ್ ಕಿವಿನಲ್ಲಿ ಹೇಳಿ ಅದಕ್ಕೆ ಲಕ್ಷ್ಮಿ. നന്ദിന്റെ ചെവിയിൽ പോയി പറയട്ടെ. നന്ദി ഹിൽസിലേക്ക് എല്ലാവരും ആകർഷിക്കുന്ന കാര്യം ഇവിടുത്തെ കോടയും പർവ്വത കാഴ്ചകളും തന്നെയാണ്. ഇനി നമുക്ക് അങ്ങോട്ടേക്ക് പോകാം. കോട എങ്ങനെ bunch of people ഗിറ്റാറൊക്കെ വെച്ച് പാട്ടൊക്കെ പാടി വൈബാക്കുന്നു. എങ്ങനെയുണ്ട്?
എന്താ ചിരിച്ചു കളിക്കുന്നത്?